പെൻഷന്റെ കാര്യത്തിൽ പുകമറയുണ്ടാക്കി UDF സത്യം മറച്ചു വെക്കാനാണ് ശ്രമിക്കുന്നതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം TM തോമസ് ഐസക് ആരോപിച്ചു. പാവങ്ങളുടെ പെൻഷനോടുള്ള UDFന്റെയും LDFന്റെയും സമീപനത്തിലെ വ്യത്യാസം ഏതൊരാൾക്കും മനസ്സിലാകുന്നതാണ്. എന്നാൽ ഇവിടെ ഒരു പുകമറയുണ്ടാക്കി സത്യം മറച്ചു വെക്കാൻ UDFന്റെ വൃദ്ധാശ്രമങ്ങൾ കാണുമ്പോൾ ചിരിയാണ് വരിക. ഒരു ലളിതമായ കാര്യം പറയട്ടെ, 1600 രൂപയിലെ ഇപ്പോഴത്തെ പെൻഷൻ എത്ര? UDFന്റെ സംഭാവന വെറും 100 രൂപയാണ്. 1600 രൂപ പെൻഷൻ ഇന്ന് നൽകുന്നതിൽ UDFന്റെ സംഭാവന 100 രൂപയാണ്. എന്താ കണക്ക്? BS സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 120 രൂപയാണ് പെൻഷൻ. അത് അതിനകം തുടങ്ങിയതാ. ആ പെൻഷൻ 28 മാസം കുടിശ്ശികയാക്കിയിട്ടാ AK ആന്റണി ഭരണത്തിൽ നിന്ന് ഇറങ്ങിയത്. 120 രൂപ നക്കാപ്പിച്ച 28 മാസം കുടിശ്ശികയാക്കണമെങ്കിൽ UDFന്റെ സമീപനവും മനോഭാവവും എന്തെന്ന് വളരെ വ്യക്തമല്ലേ. ആ കുടിശ്ശികയും തീർത്തു, പെൻഷൻ 500 രൂപയായിട്ട് കൂട്ടി. ഉമ്മൻചാണ്ടി വന്നു, 100 രൂപ വർദ്ധിപ്പിച്ച് 600 രൂപയാക്കി. ഇതാണ് പിണറായി വിജയൻ ഒന്നാം സർക്കാർ അധികാരത്തിൽ വരുമ്പോഴുള്ള നില. കുടിശ്ശികയുണ്ട്. ആ കുടിശ്ശികയും തീർത്ത് 1600 ആക്കി. അപ്പൊ നിങ്ങൾ പറ, ഈ 1600 രൂപ പെൻഷനിലെ UDFന്റെ സംഭാവന എത്രയാ? വെറും 100 രൂപയല്ലേ. ഇപ്പൊ എന്താ നിയമസഭയിൽ തർക്കം? 2 കാര്യങ്ങളാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന് കുടിശ്ശികയൊന്നും ഉണ്ടായിട്ടില്ല. ഉപയോഗിക്കുന്നത് നിയമസഭയിൽ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകിയപ്പോൾ വന്ന പെശക. ആ പെശക പിന്നെ അടുത്ത നിയമസഭയിൽ തിരുത്തിയിട്ടുമുണ്ട്. എന്ന് മാത്രമല്ല, സർക്കാർ ഇറക്കിയ ഉത്തരവുമുണ്ട്. എന്ത് സംബന്ധിച്ച്? പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് ഓണത്തിന് പെൻഷൻ കൊടുക്കേണ്ട സമയമായപ്പോ എത്ര കൊടുക്കേണ്ടതെന്നൊരു പിടുത്തമില്ല. ഓരോ ക്ഷേമത്തിന്റെയും കുടിശ്ശിക ഓരോ രീതിയിലാണ്. സർക്കാർ നേരിട്ട് നൽകുന്നത് തന്നെ കർഷക തൊഴിലാളിയുടെ പെൻഷൻ നീണ്ട കുടിശ്ശിക, വേറെ ചിലത് അത്രയില്ല. ഒന്നിനൊരു തിട്ടവും ഇല്ല. അതുകൊണ്ട് കേരള സർക്കാർ ഇറക്കിയ ഉത്തരവെത്ര എന്താണെന്നറിയാമോ? 15,000 രൂപ വരെ കുടിശ്ശിക തീർത്ത് നൽകുന്നതിന് പഞ്ചായത്ത് ഡയറക്ടർക്ക് അധികാരം നൽകിക്കൊണ്ടാണ്. 15,000 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 600 രൂപ ഒരാൾക്ക്. അന്നല്ലേ പെൻഷൻ 600 രൂപയാണല്ലോ. എന്നുവെച്ചാൽ 25 മാസത്തെ കുടിശ്ശിക തീർക്കാനുള്ള ഉത്തരവ് ഇറക്കിയത്. ഏതോ ഒരു ക്ഷേമതിയിൽ അത്രയും നീണ്ട കുടിശ്ശിക ഉണ്ടായിരുന്നു. ഇപ്പൊ അതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. അത്രയൊന്നുമില്ല, കൃത്യമായ ഉത്തരവല്ലേ. എന്ന് മാത്രമല്ല, നിയമസഭയിൽ 2020 രാജു എബ്രഹാം ചോദിച്ചു, കുടിശ്ശിക തീർക്കാൻ എത്ര കൊടുത്തു? മണക്ക് പറഞ്ഞിട്ടുണ്ട് നിയമസഭയില് 1490 കോടി രൂപ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് 31 ലക്ഷം പെൻഷൻകാരാണുള്ളത്. ചിലർക്കൊന്നും കുടിശ്ശികയില്ല, ചിലർക്ക് കൂടുതൽ കുടിശ്ശിക. ഇതിന്റെയൊക്കെ ശരാശരി എടുത്തിട്ടാണ് ഈ 18 എന്ന് പറയുന്നത്. ഇത് ഞാൻ പറയുന്നത് മാത്രമല്ല, UDFന്റെ ഭരണകാലത്ത് മുനീർ മന്ത്രിയായിരുന്നപ്പോൾ 2015 നിയമസഭയിൽ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു, പെൻഷൻ കുടിശ്ശിക എത്രയാണ്? 1300 കോടി രൂപ. 700 കോടി കൊടുത്തിട്ടുണ്ട്, 1300 കോടി രൂപയുണ്ടെന്ന്. എന്ന് മാത്രമല്ല, ഓരോ ഇനത്തിനും എത്ര മാസത്തെ കുടിശ്ശികയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 10ഉം 12ഉം മാസത്തെ കുടിശ്ശിക വെച്ചിട്ടുണ്ട്. UDF മന്ത്രിമാര് നിയമസഭയിൽ പറഞ്ഞ കാര്യമാണെന്ന്. എന്ന് മാത്രമല്ല, ഈ കുടിശ്ശിക മുഴുവൻ തീർത്തു. അത് 1600 ആയിട്ട് കൂട്ടി. അപ്പോഴാണ് പുതിയൊരു അവകാശവാദം, ഞങ്ങളത് 1500 ആക്കിയാണ് UDF. എന്താ ചെയ്തതെന്നറിയോ?
75 വയസ്സ് കഴിഞ്ഞവർക്ക് 1200 രൂപയായിരുന്നു പെൻഷൻ. ഉമ്മൻചാണ്ടിയുടെ അവസാന ബഡ്ജറ്റിൽ അത് 1500 ആക്കി, 300 രൂപ കൂട്ടി. ഒരു പൈസ കൊടുക്കേണ്ടി വന്നില്ല, കാരണം അടുത്ത സർക്കാരാണ് കൊടുക്കണത്. 1600 രൂപയായിട്ട് എല്ലാം ഉയർത്തുന്നത് വരെ ഈ 1500 വെച്ച് 75 മുകളിൽ കൊടുത്തിട്ടുമുണ്ട്. അപ്പോ ആകെ എത്ര വരും? 75 വയസ്സിന് മുകളിലുള്ളവര് ഏറിയ ഒരു 10% പേര്. അവർക്ക് 1200 നിന്ന് 1500 ആക്കിയതാണ് ഞങ്ങൾ പെൻഷനൊക്കെ 1500 ആയിട്ട് വർദ്ധിപ്പിച്ചിട്ട് ഇറങ്ങിയെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടേ തങ്ങൾ എന്തോ ചെയ്തു എന്ന് വരുത്താൻ നോക്കണ്ട. നിങ്ങൾ ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള രീതിയിലാണ് UDF ഈ നാട്ടിലെ പാവങ്ങളോട് പെരുമാറിയിട്ടുള്ളത്. ഇന്നിപ്പോ 4 മാസം കുടിശ്ശിക, അതിനെക്കുറിച്ചാ ബഹളം. ഈ 4 മാസം കുടിശ്ശികയാണോ? പിണറായി സർക്കാർ വരുന്നവരെ LDF ഭരിച്ചാലും UDF ഭരിച്ചാലും ക്രിസ്മസ്, വിഷു, ഓണം ഇങ്ങനെ 3-4 വിശേഷ ദിവസങ്ങളിലല്ലേ പെൻഷൻ നൽകുന്നത്? എപ്പോഴും 3-4 ഗഡുക്കൾ ഒരുമിച്ചല്ലേ നൽകുന്നത്? ഇത് മാറ്റി പാവങ്ങൾക്ക് മാസം മാസം പെൻഷൻ അതും വീട്ടിൽ കൊടുക്കുന്നൊരു സംവിധാനം ഉണ്ടാക്കി. അതിന്റെ ഭാഗമായിട്ടാണ് സർക്കാരിൻ്റെ മാസാവസാനം ശമ്പളവും എല്ലാം കൊടുക്കുന്ന തിരക്കിൽ പണമില്ലാതെ വന്നാലും വായ്പ എടുത്ത് പെൻഷൻ വിതരണം ചെയ്യാൻ ഒരു കമ്പനി ഉണ്ടാക്കിയത്. അവർ വായ്പ എടുക്കുന്നു, പെൻഷൻ വിതരണം ചെയ്യുന്നു, സർക്കാർ വായ്പ എടുത്ത് തിരിച്ചു കൊടുക്കുന്നു സർക്കാരിൻ്റെ ഈ പണം വരുമ്പോൾ. അങ്ങനെ 12,000 കോടി വായ്പ എടുത്തിട്ടുണ്ട്, അതിൽ 8,500 കോടി രൂപ കൊടുത്തിട്ടുമുണ്ട്. എന്താ BJP സർക്കാർ ചെയ്തത്? 12,000 കോടി രൂപ പെൻഷൻ കമ്പനി എടുത്തത് കേരള സർക്കാർ വായ്പ എടുത്തതിന് തുല്യമാണെന്ന് പറഞ്ഞ് കേരള സർക്കാരിന്റെ വായ്പ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുക. അതിനെ പിന്താങ്ങുന്നവരാണേ ആ UDF. ഇന്നവരവർ എഴുതുന്നുണ്ടോ പാവങ്ങളുടെ പെൻഷൻ കൃത്യമായിട്ട് നൽകുന്നതിന് വേണ്ടിയുള്ള കമ്പനിയെ ഇങ്ങനെ പൊളിക്കാൻ പാടില്ല എന്ന് ഒരിക്കൽ പോലും പറയാൻ തയ്യാറായിട്ടുണ്ടോ? അങ്ങനെ പെൻഷൻ കമ്പനി പൊളിച്ച് കൃത്യം മാസം മാസം പെൻഷൻ നൽകാനുള്ള സമ്പ്രദായം ഇല്ലാതാക്കിയവര് ഇന്നിപ്പോ 4 മാസത്തെ പെൻഷൻ കുടിശ്ശിക എന്ന് പറഞ്ഞ് സമരത്തിനിറങ്ങുകയാണ്. ഇപ്പോൾ LDFന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത് പെൻഷൻ 2,500 രൂപയാക്കുന്ന വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നവരാണ് കേട്ടോ. 2016 ഇലക്ഷൻ നിന്നപ്പോഴേ 1,600 രൂപയാക്കുന്നല്ല പറഞ്ഞിരുന്നത്. വോട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞത് പെൻഷൻ 1000 രൂപയായി വർദ്ധിപ്പിക്കുമെന്നാണ്. 1000 അല്ല, 1,600 ആക്കിയിട്ട് ഇറങ്ങിയത്. കാശുള്ളപ്പോഴേ പാവങ്ങൾക്ക് കൊടുക്കുന്ന മനസ്സുണ്ട്, അതിനൊരു കലവറയില്ല. എന്നാൽ ഇന്ന് UDFും BJPയും കൂടി കേരള സർക്കാർ ധനസ്ഥിതി അട്ടിമറിച്ചിരിക്കുകയാണ്. പെൻഷൻ കമ്പനിക്ക് എടുത്ത വായ്പ, നാട്ടിലെ കോളേജും സ്കൂളും ആശുപത്രിയൊക്കെ നന്നാക്കുന്നതിന് വേണ്ടി കിഫ്ബി എടുത്ത വായ്പ, ഇതെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ സാധാരണഗതിയിൽ നിന്നുള്ള വായ്പയിൽ നിന്ന് വെട്ടി കുറയ്ക്കുന്നതിനുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അതിനെതിരായിട്ട് വാക്കുച്ചരിക്കുന്നതിന് UDF തയ്യാറായിട്ടുണ്ടാവും. അവരൊരു ചൂട്ടുപിടിക്കുക. കേരളത്തിലെ ജനങ്ങളോട് ഇതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു സംശയവും വേണ്ട, പറഞ്ഞതുപോലെ പെൻഷൻ വർദ്ധിപ്പിക്കും. പക്ഷെ അത് ചെയ്യാനുള്ള പ്രാപ്തി സർക്കാരിനുണ്ടാവണമെങ്കിൽ 2 കാര്യങ്ങൾ വേണം. ഒന്ന്, ഈ NDA സർക്കാർ വേണം. അവർ കേരളം എന്ന് പറയുന്ന ഒരു ആശയത്തോട് തന്നെ എതിരാണെന്ന്, എങ്ങനെ നമ്മളെ തകർക്കാൻ പറ്റും എന്ന് പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അതിന് പകരം ഇന്ത്യ മുന്നണിയുടെ സർക്കാർ വരണം, അതിനുവേണ്ടി ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷെ അങ്ങനെ ഇന്ത്യ മുന്നണിയുടെ സർക്കാർ വരുമ്പോൾ പാവങ്ങളുടെ അവകാശം ചോദിച്ചു മേടിക്കാൻ ആ പാർലമെന്റിൽ LDF ഉണ്ടാവണമെന്ന്. LDFന്റെ ജനപ്രതികളാണ് കേരളത്തിൽ നിന്ന് പോകേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട,
അവകാശങ്ങൾ ചോദിച്ചു വാങ്ങും, കേന്ദ്ര നയം തിരുത്തിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പാവങ്ങൾക്ക് പറഞ്ഞതുപോലെ 2500 രൂപയെങ്കിൽ 2500 രൂപ പെൻഷൻ നൽകുക തന്നെ ചെയ്യും.